എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 14th ചാപ്റ്ററായ ഓസിലേഷൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു. ഇന്ന് നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷന് ചില എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നേച്ചറിൽ അബ്സല്യൂട്ട്ലി പ്യുവറായ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഒന്നും തന്നെ ഇല്ല. അണ്ടർ certain conditions, some motions will be approximately simple harmonic. അങ്ങനെ ചില കണ്ടീഷൻസിൽ അപ്രോക്സിമേറ്റായി സിമ്പിൾ ഹാർമോണിക്കായി ബിഹേവ് ചെയ്യുന്ന ചില സിസ്റ്റംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് സം സിസ്റ്റംസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദ ഫസ്റ്റ് സിസ്റ്റം that we are going to discuss is the oscillations of a spring. ഫിഗറിലേക്ക് നോക്കൂ. In the figure you can see an elastic spring. One end of the spring is attached to a rigid support and the other end is connected to a block of mass m. You can see this block m is resting on a surface. You see that surface is horizontal and we assume that the surface is frictionless. ഈ അസംഷൻസ് ഒക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചില കണ്ടീഷൻസ്. ഈ സ്പ്രിങ്ങിൻ്റെ അൺഡിസ്റ്റർബ്ഡ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിനെ ഞാൻ സ്ട്രെച്ച് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ലെറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബ്ലോക്ക്. ഈ പൊസിഷനെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിളിച്ചത് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്. Now let's pull the block from x is equal to 0 to say x equal to plus a and I am releasing the block. നമുക്കറിയാം, അങ്ങനെ നമ്മൾ ബ്ലോക്ക് റിലീസ് ചെയ്താൽ the block will oscillate in between x is equal to plus a and x is equal to minus a. And here we have to show that the motion of the block is simple harmonic and we have to derive an expression for the time period of simple harmonic motion. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യമായി പഠിച്ച റോബർട്ട് ഹൂക്ക് എന്ന സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദാറ്റ് ലോ ഈസ് കോൾഡ് ഹൂക്സ് ലോ. ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടതാണ്. വെൻ എ സ്പ്രിങ് ഈസ് ഡീഫോംഡ്, for small deformation, magnitude of the restoring force is proportional to the displacement. അറിയാമല്ലോ അത്. Deformation small ആണെങ്കിൽ the restoring force and the displacement are proportional. One more thing, this force acts in opposite direction to the displacement. ഈ ലോയ്ക്കാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറഞ്ഞത്. We can represent Hooke's law mathematically as f of x is equal to minus kx. This negative sign shows that the force on the left side is a restoring force. This force is trying to decrease the displacement. And here we have a constant k. This is a positive constant and the value of k depends on the elastic properties of the spring. നമുക്കറിയാം, the name of this constant is spring constant. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിനെ ഇങ്ങനെ k ഈക്വൽ ടു എഫ് ബൈ എക്സ് എന്ന് ഡിഫൈൻ ചെയ്തൂടെ. സോ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ടു ഗെറ്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ബ്ലോക്കിനെ യൂണിറ്റ് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിൽ യൂണിറ്റ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ നമ്മൾ എത്ര ഫോഴ്സാണോ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പലതരത്തിലുള്ള സ്പ്രിംഗ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിങ്ങിനെ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ സ്പ്രിങ്ങിനെ ഒന്ന് കംപ്രസ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ലാർജ് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള സ്പ്രിങ്ങിനെ നമ്മൾ പറയുന്ന പേര് സ്റ്റിഫ് സ്പ്രിംഗ് എന്നാണ്. ലാർജ് ഫോഴ്സ് കൊടുത്തേ ഇതിനെ നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാനോ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദിസ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ഈസ് ഹാവിങ് എ ലാർജ് വാല്യൂ ഫോർ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് k.
ഇങ്ങനെയുള്ള ഒരു സ്പ്രിങ് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. പേനയുടെ അകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രിങ് ആണിത്. ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാനോ ഇലോങ്ങേറ്റ് ചെയ്യാനോ നിങ്ങൾ കഴിഞ്ഞ കേസിൽ കണ്ടതുപോലെ ഒരു ലാർജ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. വളരെ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പ്രിങ്ങിനെ നമുക്ക് ഡിഫോം ചെയ്യിക്കാൻ പറ്റും. ദീസ് ടൈപ്പ് ഓഫ് സ്പ്രിങ്സ് ആർ കോൾഡ് സോഫ്റ്റ് സ്പ്രിങ്സ്. ഈ സോഫ്റ്റ് സ്പ്രിങ്ങിൻ്റെ കെ വാല്യൂ ഉറപ്പായും സ്മോൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് ഈ സ്പ്രിങ് കോൺസ്റ്റൻ്റ് കെ. നമ്മളിപ്പോൾ കണ്ടു ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ആൻഡ് യു ക്യാൻ സീ ദിസ് ഈസ് എ സെയിം ആസ് ദ ഫോഴ്സ് ലോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനുമായി ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ഒമേഗ സ്ക്വയർ ഈക്വൽസ് k by m, where m is the mass of the block. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വി ക്യാൻ റൈറ്റ് ഒമേഗ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് k by m. നമുക്ക് ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ലെറ്റ്സ് റീപ്ലേസ് ഒമേഗ ആസ് 2π by t. So 2π by t equals root of k by m and t equals 2π into root of m divided by k. This becomes the expression for the time period of oscillations of a loaded spring. In this case, you note the relationship between time period and k. If k value is large, means the spring is stiff, the time period will be very, you consider a stiff spring. In the case of stiff spring, we know k is large. If k is large, by this equation, you see the time period will be less. And in the case of a soft spring, k will be small, and if k is small, the time period will be more. This is the relationship between the time period and the spring constant of a spring. ഈ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻസ് നമുക്ക് ഒരു റിയൽ സിറ്റുവേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. എ 5 kilogram collar is attached to a spring of spring constant 500 Newton meter inverse. It slides without friction over a horizontal rod. The collar is displaced from its equilibrium position by 10 centimeter and released. Calculate. First question, the period of oscillation. Second question, the maximum speed. And third question, the maximum acceleration of the collar. A question like varu. A 5 kilogram collar is attached to a spring. Collar എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് പൈപ്പാണ്. കണക്റ്റിംഗ് ബാൻഡ് അല്ലെങ്കിൽ കണക്റ്റിംഗ് പൈപ്പ് used inside the machines is called a collar. So here in the question they are talking about a collar and mass of the collar is given to be 5 kilogram. So let's take it as m. So you write m equals 5 kilogram. See question ബാക്കി നോക്കൂ. It is attached to a spring of spring constant 500 Newton per meter. So write it k equals 500 Newton meter inverse. ആ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാട്ട് നോക്കി. The collar is displaced from its equilibrium position by 10 centimeter. So that is the maximum displacement. Maximum displacement is called amplitude. So amplitude A equals 10 centimeter. Let us convert to meter. So that is equal to 0.1 meter. Our first question എന്താണെന്ന് നോക്കൂ. Calculate the time period of oscillation. We know the expression for time period of oscillation is t equals 2π into root of m by k. ഈ എക്സ്പ്രഷനിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ t equals 2π into square root of 5 divided by 500. Calculate ചെയ്യൂ ഇത്. On calculation, you will get the correct answer as the time period t equals 0.63 seconds. Say the next part of the question. Calculate the
maximum speed of the collar. We know the maximum speed is given by V maximum equals A omega. You know the value of A. Omega you can calculate in two different ways. You know, omega equals 2 pi by T. ഇപ്പോൾ നിങ്ങൾ T കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ Tയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് omega കാൽക്കുലേറ്റ് ചെയ്യാം. For the calculation of omega, you have another method. Instead of omega, you can substitute root of k by m. The second method is better than the first method. എന്താ റീസൺ എന്നറിയോ? omega equals 2 pi by t ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ there you have to substitute the value of t. T is not given in the question, but you have calculated the value of t. ആ ടിയുടെ വാല്യൂവിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടിലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഇൻകറക്റ്റ് ആൻസർ ആയിരിക്കും. അതുകൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് വീണ്ടുമുള്ള കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കാതിരിക്കുക ഇഫ് പോസിബിൾ. ഇവിടെ നമുക്ക് അത് പോസിബിൾ ആണ്. സോ ഒമേഗയ്ക്ക് പകരം ഞാൻ റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെയുടെ വാല്യൂവും എമ്മിൻ്റെ വാല്യൂവും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ മാക്സിമം വെലോസിറ്റി using this equation. V equals A omega, or this is equal to A into square root of K by M. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.1 into square root of 500 divided by 5. Calculate ചെയ്യുക. On calculation, you can see that the maximum velocity is 1 meter per second. And you know, the collar will get this 1 meter per second maximum velocity when it is at the mean position. Now let's go to the third part of the question. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. Calculate the maximum acceleration of the collar. We know the maximum acceleration is omega square A. Instead of omega square, we can substitute k by m. ശ്രദ്ധിക്കണം, അവിടെ k by m എന്നേ ഉള്ളൂ, root of k by m എന്നല്ല. Because we are replacing omega square. So k by m into A. Substitute ചെയ്തോളൂ values. 500 into 0.1 divided by 5. Calculate ചെയ്യൂ. And you can see the maximum acceleration of the collar is 10 meter per second square. And you know, this is the acceleration of the particle at the extreme positions. ഈ സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതും. A spring balance has a scale that reads from 0 to 50 kilogram. The length of the scale is 20 centimeter. A body suspended from this balance, when displaced and released, oscillates with a period of 0.6 second. What is the weight of the body? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദ വാല്യൂ ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് നോട്ട് ഗിവൺ. പകരം അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം എനിക്ക് 50 കിലോഗ്രാം വരെ വെയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്കെയിലിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വാല്യൂസും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നന്നായി ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യൂ. നൗ ലെറ്റ്സ് ഗോ ടു അനദർ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിച്ച് ഈസ് എ സിമ്പിൾ പെൻഡുലം. ഈ ഫിഗറിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം കാണാം. സിമ്പിൾ പെൻഡുലം ഈസ് എ പോയിന്റ് ഹെവി മാസ് suspended from a rigid support using a light and inextensible string. ഞാൻ ഒത്തിരി കണ്ടീഷൻസ് പറഞ്ഞു ഇവിടെ. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ചില കണ്ടീഷൻസ് ഒബേ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മോഷൻസ് സിമ്പിൾ ഹാർമോണിക്കായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഈ കേസിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കൂ. ദ ഫസ്റ്റ് വൺ, ദ ബോബ് ഓഫ് ദ പെൻഡുലം ഈസ് ട്രീറ്റഡ് ആസ് എ പോയിന്റ് മാസ് ആൻഡ് ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ റിജിഡ് സപ്പോർട്ട്. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിങ് ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ. എന്തിനാണ് ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് പറയുന്നത് എന്ന് നമുക്കിനി അങ്ങോട്ട് നോക്കാം.
ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ റിമെമ്പർ, ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോബ്. ഈ കാണുന്നതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സ്പെറിക്കൽ ബോബ്. ഈ രണ്ട് പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്യാമെങ്കിൽ സ്പിയറിൻ്റെ സെൻട്രൽ തന്നെയായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സ്പിയറിൻ്റെ സെൻട്രൽ തന്നെ സെൻറ്റർ ഓഫ് മാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈറ്റ് സ്ട്രിങ് ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലം കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഎക്സ്റ്റെൻസിബിളായ ഒരു സ്ട്രിങ്ങും നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. Now you assume the pendulum is displaced from its mean position to an extreme position and it is released. നമുക്കറിയാം, the pendulum will oscillate like this. And we are going to show that these oscillations are simple harmonic and we will derive an expression for the time period of the pendulum. In the figure, you can see pendulum is making some angle with the vertical. And we know when the pendulum oscillates, this angle will continuously change. So theta is the displacement in this oscillation. When the bob is at this particular position, you think, what are the forces acting on the bob? There are only two forces on the bob. First one, the weight of the pendulum, mg, which is acting vertically down, and second one, the tension in the string, which acts along the string. The weight of the pendulum mg can be resolved into two components: a component along the length of the string and a component which is tangential to the circular path of the bob. See, this angle also will be theta. So the resolved component along the radius of the circle is mg cos theta, and the resolved component along the tangent to the circle is mg sin theta. So ഈ പെൻഡുലം ബോബിൻ്റെ മോഷന് ഒരു പ്രത്യേകതയുണ്ട്. This particle is travelling along the circumference of a circle. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും ഇതിനൊരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവണമല്ലോ. സി, ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് ടി മൈനസ് എം ജി കോസ് തീറ്റ. ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് വിൽ പ്രൊവൈഡ് എ റേഡിയൽ ആക്സിലറേഷൻ ഫോർ ദ ബോബ്. ഈ ഫിഗർ കാണുമ്പോൾ സാധാരണ നമുക്ക് തോന്നാവുന്ന ഒരു റിലേഷൻ അതാണ് ടി ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്നാണ്. പക്ഷേ ഇവിടെ ടി ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്നല്ല, T minus mg cos theta is providing the centripetal force. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഈ ബോബിൻ്റെ ഓസിലേഷനിൽ ഏതെങ്കിലും പൊസിഷനിൽ ടിയും എം ജി കോസ് തീറ്റയും ഈക്വലായി മാറാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ അതിനൊരു ഹിൻ്റ് ഉണ്ട്. നമുക്ക് ഇനി ടാൻജൻഷ്യൽ കോമ്പണൻറ്റിലേക്ക് വരാം. ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഈസ് എം ജി സൈൻ തീറ്റ. This tangential component of force will produce a torque which is trying to restore the pendulum to the original position. ആ ടോർക്കിനെ നമുക്ക് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് വിളിക്കാം. And I am going to calculate that restoring torque about the point of suspension. ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, എം ജി സൈൻ തീറ്റ എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും പോയിന്റ് ഓഫ് സസ്പെൻഷനും ഇടയിലെ ഡിസ്റ്റൻസ് എൽ ആണ്. ഇഫ് സോ ദ റീസ്റ്റോറിംഗ് ടോർക്ക് ടോ ഈക്വൽസ് മൈനസ് എം ജി സൈൻ തീറ്റ ഇൻ ടു എൽ. ആ നെഗറ്റീവ് സൈൻ്റെ മീനിങ് അറിയാമല്ലോ. ഇത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന ടോർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ബട്ട് യു നോ ടോ ഈക്വൽസ് ഐ ആൽഫ, where I is the moment of inertia of the pendulum about the point of suspension and alpha is angular acceleration. So this equation becomes I alpha equals minus mgl sin theta, or
angular acceleration alpha equals minus mgl divided by I into sin theta. Now let us assume we are oscillating the pendulum through very small angle. That means this theta is very small. If theta is small, sin theta is nearly equal to theta. So this equation becomes alpha equals minus mgl divided by I into theta. See, this relation connects the angular acceleration alpha with angular displacement theta. Linear simple harmonic motion ഇതിന് അനലോഗസ് ആയി നമ്മളൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. A equals minus omega square x, where A is linear acceleration and x is linear displacement. You can see both these equations are having the same form. So we can say the oscillations of the simple pendulum is simple harmonic. ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ ഒന്ന് കമ്പയർ ചെയ്യൂ നിങ്ങൾ. You will get omega square equals mgl divided by I, or omega equals square root of mgl divided by I. ഒമേഗയ്ക്ക് പകരം ടൈം പീരീഡിൻ്റെ ടേംസിൽ അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ 2 pi by t equals mgl divided by I, or t equals 2 pi into root of I by mgl. This is the equation for the time period of a simple pendulum. നമ്മൾ നേരത്തെ ഒരു അസംഷൻ എടുത്തിരുന്നു. The bob is heavy and the string is very light. If so, we can assume that the whole mass of the system is concentrated at the center of the sphere. If so, moment of inertia of the system about the axis passing through the point of suspension is I equals ml square. ഈ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂ നമുക്ക് ടൈം പീരീഡിൻ്റെ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ടി ഈക്വൽസ് 2 pi ഇൻറ്റു റൂട്ട് ഓഫ് ml സ്ക്വയർ ഡിവൈഡഡ് ബൈ mgl. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ അതിനെ. യു വിൽ ഗെറ്റ് എ ഫെമിലിയർ ഇക്വേഷൻ ദാറ്റ് ഈസ് ടി ഈക്വൽസ് 2 pi ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ സിമ്പിൾ പെൻഡുലം നിങ്ങൾ ഫിസിക്സ് ലാബിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റായി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ഒന്ന് സ്ക്വയർ ചെയ്ത് എഴുതിയ നിങ്ങൾ ടി സ്ക്വയർ ഈക്വൽസ് 4 pi square into L divided by G. And you know, at a particular place, G, acceleration due to gravity, is a constant. 4 pi square also is a constant. So you can say L is proportional to T square, or L by T square is a constant. And let's try to plot a graph between L and T square. See, since L is proportional to T square, the graph between L and T square is a straight line like this. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിനെ ബേസ് ചെയ്ത് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ ഒരു ക്വസ്റ്റ്യൻ. What is the length of a simple pendulum which ticks seconds? നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. And they say that pendulum ticks seconds. Ticks seconds എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്നറിയോ? നമുക്കറിയാം ഈ ക്ലോക്കിൻ്റെ പെൻഡുലം മൂവ് ചെയ്യുമ്പോൾ അതൊരു ടിക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നും ഒരു പെൻഡുലം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. റൈറ്റ് എക്സ്ട്രീമിൽ എത്തുമ്പോൾ അതൊരു ടിക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. തിരിച്ച് വീണ്ടും ലെഫ്റ്റിലേക്ക് എത്തുമ്പോൾ രണ്ടാമത് ഒരു ടിക്ക് സൗണ്ട് കൂടി അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ടിക്ക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. Or we can say the time period of that pendulum is equal to 2 seconds. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. A pendulum which ticks seconds means the time period of that pendulum is 2 seconds. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. അങ്ങനെയുള്ള ഒരു പെൻഡുലത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് പെൻഡുലം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Let's start with the equation for the time period. T equals
2 pi into square root of L divided by G. അതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് എഴുതൂ. T square equals 4 pi square into L by G. Rearrange for L. L equals G T square divided by 4 pi square. The value of G you know 9.8. Time period in the value 2 second ആണ്. ഈ values അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. And you can calculate the length of the pendulum as 99 centimeters or nearly 1 meter. But if a pendulum ticks in seconds, the length of the pendulum is 1 meter. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു the pendulum of a clock ticks in seconds. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. The length of the pendulum is 1 meter. എന്ന് പറഞ്ഞ മീനിങ് എന്താ? 2 seconds ടൈം പീരീഡ് വരണമെങ്കിൽ പെൻഡുലത്തിൻ്റെ ലെങ്ത് 1 മീറ്റർ ഉണ്ടാവണം. അവിടെയാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമ്മൾ വീട്ടിലൊക്കെ ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലോക്കിലൊക്കെ പെൻഡുലമുണ്ട്. ആ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്ലോക്കിൽ എവിടെയെങ്കിലും പെൻഡുലത്തിന് നിങ്ങൾ 1 മീറ്റർ ലെങ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ റീസൺ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ കാണുന്നതൊന്നും പെൻഡുലം ക്ലോക്ക് അല്ല എന്നതാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ക്ലോക്ക് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ഈ ക്ലോക്കാണ് ആക്ച്വൽ പെൻഡുലം ക്ലോക്ക്. ഈ ക്ലോക്കിൽ നോക്കൂ, ഒരു ലാർജ് പെൻഡുലമുണ്ട്. ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 1 മീറ്റർ എന്ന്. അപ്പോൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ക്ലോക്ക് പെൻഡുലം ഉള്ള ക്ലോക്കാണെന്നേ ഉള്ളൂ, അത് പെൻഡുലം ക്ലോക്ക് അല്ല. ആ പെൻഡുലത്തെ ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 2 സെക്കൻഡ് പീരീഡ് വരത്തക്ക വിധത്തിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുന്നു എന്ന് മാത്രം. അത് പെൻഡുലം ക്ലോക്ക് അല്ല എന്നറിയുക. ഈ ടൈം പീരീഡിൻ്റെ ഡെറിവേഷനിൽ വി അസ്യൂം ദാറ്റ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു സൈൻ തീറ്റയും തീറ്റയും ഈക്വൽ ആവണമെങ്കിൽ തീറ്റ മസ്റ്റ് ബി വെരി സ്മോൾ. ഇവിടെ നിങ്ങൾ 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്. ഇഫ് സൈൻ തീറ്റ ആൻഡ് തീറ്റ ഹാസ് ടു ബി നിയർലി ഈക്വൽ, the first thing you have to remember is theta must be in radian. അല്ലാതെ തീറ്റ ഡിഗ്രിയിൽ എടുത്താൽ സൈൻ തീറ്റയും തീറ്റയും ഒരിക്കലും ഈക്വൽ ആവില്ല. രണ്ടാമത്, ഈ തീറ്റ സ്മോൾ ആണെന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ വരെ നമുക്ക് ഈ തീറ്റയെ സ്മോൾ ആക്കി നിർത്താം? 1 ഡിഗ്രി ആണോ, 2 ഡിഗ്രി ആണോ, 20 ഡിഗ്രി ആണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ് ടു നിയർലി 20 ഡിഗ്രി സൈൻ തീറ്റ വിൽ ബി വെരി മച്ച് ക്ലോസ് ടു തീറ്റ. ബട്ട് ഒരു മാക്സിമം 5% എററൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് തീറ്റ അപ് ടു എ മാക്സിമം ഓഫ് 50 ഡിഗ്രി. അപ്പോൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്ത് പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മാക്സിമം വാല്യൂ ഒരു 50 ഡിഗ്രി വരെയാണ് എന്ന് ഓർക്കുക. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷനും അതിൻ്റെ ടൈം പീരീഡിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനൊന്ന് ശ്രമിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് എ സ്പെറിക്കൽ ഹോളോ ബോൾ ഫിൽഡ് വിത്ത് വാട്ടർ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സിമ്പിൾ പെൻഡുലമാണ്. ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഒരു സ്പെറിക്കൽ ഹോളോ ബോളാണ്. ആൻഡ് ദാറ്റ് ബോൾ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഈ ബോളിൻ്റെ താഴെ ഒരു ചെറിയ ഹോളുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ ഈ ഹോൾ ഓപ്പൺ ചെയ്തുകൊണ്ട് പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. സോ ദാറ്റ് വാട്ടർ വിൽ ലീക്ക് ഔട്ട്. ഇങ്ങനെ വാട്ടർ വെളിയിലേക്ക് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ച് നന്നായി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് there will not be any change in time period because time period is independent of mass of the bob എന്നായിരിക്കും. But time period depends on length of the pendulum. ഈ ഹിൻറ്റ് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ ഒന്ന് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന 2 സിസ്റ്റംസ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ
കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.